കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് നെബുലൈസ് ചെയ്യാൻ സാധിക്കുമോ? സാധാരണ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നെബുലൈസ് ചെയ്യാൻ പറയുമ്പോൾ ഓക്സിജൻ മുഖാന്തരം നെബുലൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓക്സിജൻ വീട്ടിൽ ലഭ്യമല്ല, അപ്പോൾ നെബുലൈസർ വീട്ടിലുണ്ട്, ഇത് മുഖാന്തരം നെബുലൈസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പൊതുവെയുള്ള ചോദ്യമാണ്. ഓക്സിജൻ മുഖാന്തരമാണ് നെബുലൈസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഓക്സിജൻ ഇല്ലാതെ നെബുലൈസ് ചെയ്യാൻ പാടില്ല. അത് 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളുടെ ശ്വസനം പോകുന്ന വഴികൾ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഓക്സിജന്റെ അളവ് ക്രമാതീതമായിട്ടും കുറയാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ എഫക്റ്റിവിറ്റി വളരെയധികം കുറവായിരിക്കും, പ്രത്യേക രീതിയിലേക്ക് എഫക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടായിരിക്കില്ല. നാലാമതായിട്ട് ശ്വാസകോശത്തിന്റെ ഫംഗ്ഷനിങ്ങും പ്രോപ്പർ ആകുന്നുണ്ടായിരിക്കില്ല. ഇതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എയർവേ, കുഞ്ഞിന്റെ ശ്വസന വഴികൾ സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. വലിയവരുടെ അത്ര ഗാഢതയിൽ കുഞ്ഞുങ്ങൾ ശ്വസനം വലിക്കുന്നുണ്ടായിരിക്കില്ല. അതിനാൽ തന്നെ കുഞ്ഞിന് കയറുന്ന മരുന്നുകളുടെ അളവ് ക്രമാതീതമായിട്ട് ഏറ്റവും താഴ്ഭാഗത്തോട്ടുള്ള ശ്വസനത്തിന്റെ ഭാഗങ്ങൾ തട്ടാതിരിക്കുകയും കൂടുതൽ ഭാഗം കുഞ്ഞുങ്ങളുടെ മുകൾ ഭാഗത്ത് കിടക്കുകയും അവിടെ കൂടുതലായിട്ട് മരുന്നുകൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ടോക്സിക് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹൈപ്പോക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഓക്സിജൻ കുറയുന്ന കണ്ടീഷൻ വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെബുലൈസേഷൻ ചെയ്യേണ്ട സമയം 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോളം ചിലപ്പോൾ നെബുലൈസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അത്തരം സിറ്റുവേഷനുകളിൽ കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മരുന്ന് മാത്രം നെബുലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നതിന്റെ അളവ് ക്രമാതീതമായിട്ടും കുറവായിരിക്കും. ഇത് കാരണം ഫർദർ കുഞ്ഞുങ്ങൾക്ക് ശ്വസനത്തിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് മരുന്നുകളുടെ എഫിക്കസിയാണ്. സാധാരണ രീതിയിൽ നെബുലൈസ് ചെയ്യേണ്ട രീതിയിലേക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അതിന് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അതിന്റെ ഗ്ലോബ്യൂൾസും അതിന്റെ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഓക്സിജന്റെ പ്രസൻസിലാണ് അത് മൂവ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കുള്ളൂ. അതിനാൽ തന്നെ പ്രോപ്പറായിട്ടുള്ള എഫിക്കസി കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ മരുന്ന് ഡെലിവറി ചെയ്യേണ്ടത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുണ്ട്. ഇനി നാലാമതായിട്ട് പറയുന്നത് ലങ് ഫംഗ്ഷൻ, ശ്വാസകോശത്തിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആകാത്ത കണ്ടീഷനിലാണ് കൂടുതലും നിങ്ങൾക്ക് നെബുലൈസേഷൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരിക്കല്. അത്തരം സിറ്റുവേഷനുകൾ നിങ്ങൾ ഓക്സിജൻ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശ്വസനത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെയും ഓക്സിജൻ വേണമെന്നും പറയുന്നത്. അതിനാൽ തന്നെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത് ഓക്സിജൻ ഇല്ലാത്ത രീതിയിലേക്ക് നെബുലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് നിർബന്ധമായിട്ടും തേടണം. അതിനുശേഷം മാത്രമേ ഓക്സിജൻ ഇല്ലാതെ നെബുലൈസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ നെബുലൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. താങ്ക്